അംബേദ്കറൈറ്റ് രാഷ്ട്രീയം എന്ന് പറയുന്നത് അധികാരത്തിന് പുറത്ത് നിൽക്കേണ്ട ഒന്നാണ് എന്ന് ഞാൻ കരുതുന്നില്ല. അടിസ്ഥാനപരമായി അധികാരരഹിതരായ മനുഷ്യരെ അധികാരത്തിലെത്തിക്കുക എന്ന മർമ്മപ്രധാനമായ ഒരു ദൗത്യത്തെ മുന്നോട്ടെടുക്കുന്ന ഒരു വീക്ഷണമാണ് അംബേദ്കറൈറ്റ് രാഷ്ട്രീയം എന്ന് പറയുന്ന കാര്യം. ആ രാഷ്ട്രീയം രൂപം കൊള്ളുന്ന ഘട്ടത്തിൽ ദേശീയ പ്രസ്ഥാനത്തെയും നമ്മുടെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധിയെയുമൊക്കെ രൂക്ഷമായി വിമർശിച്ച ഒരാളാണ് അംബേദ്കർ. തീർച്ചയായും ദേശീയ പ്രസ്ഥാനത്തോടും മഹാത്മാഗാന്ധിയോടും വിമർശനമുള്ള ഒരാളാണ് ഞാൻ. ഒരു അംബേദ്കറൈറ്റ് എന്ന നിലയിൽ എനിക്ക് വിമർശനമുണ്ട്. അങ്ങനെ വിമർശനമുണ്ട് എന്നതുകൊണ്ട് സമൂർത്തമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ദേശീയ പ്രസ്ഥാനമായി കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനവുമായി സഹകരിക്കാൻ പാടില്ല എന്ന് പറയുന്നതിൻ്റെ യുക്തി വളരെ ദുർബലമായൊരു യുക്തിയാണ്. കാരണം രാഷ്ട്രീയ തീരുമാനം എപ്പോഴും സമൂർത്തമായ ഒരു സാഹചര്യത്തെ മുൻനിർത്തി എടുക്കുന്ന തീരുമാനമാണ്. അംബേദ്കറൈറ്റ് രാഷ്ട്രീയത്തെ കൈയൊഴിയേണ്ട യാതൊരാവശ്യവും ഇക്കാര്യത്തിൽ ഇല്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എന്തിന് കൈയൊഴിയണം? അത് നീതിയുടെ രാഷ്ട്രീയമാണ് മുന്നോട്ട് വെക്കുന്നത്. നീതിയുടെ രാഷ്ട്രീയത്തിൽ പൊതുരാഷ്ട്രീയവുമായി അംബേദ്കറൈറ്റുകൾ ഉരസുന്ന ഒരേ ഒരു മണ്ഡലം നീതി എല്ലാവർക്കും വേണം എന്ന കാര്യത്തിലാണ്. നീതിയുടെ വിതരണം ഒരു പ്രത്യേക സ്ഥലത്ത് മാത്രം സംഭവിച്ചാൽ പോരാ, അത് സമൂഹത്തിന്റെ എല്ലാ മേഖലയിലും എല്ലാ മനുഷ്യരിലേക്കും എത്തേണ്ട കാര്യമാണ് എന്നതിലാണ് ആ വിമർശനത്തിന്റെ കാതൽ കിടക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കേവലമായി കോൺഗ്രസിനോടുള്ള വിരോധം പറയലല്ല വിമർശനം, മറിച്ച് അംബേദ്കർ ഗാന്ധിക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നു. ആ വിമർശനത്തിന്റെ കാതൽ എന്താണ്? ദളിതരെ ഒരു സ്വതന്ത്ര രാഷ്ട്രീയ ശക്തിയായി ഗാന്ധി അംഗീകരിക്കുന്നില്ല, അത് അംഗീകരിക്കണമെന്നതാണ്. അതാണ് ആ വിമർശനത്തിന്റെ കാതൽ. ഞങ്ങളൊരു സ്വതന്ത്ര രാഷ്ട്രീയ പൗരസമൂഹമാണ് എന്നുള്ളത് അംഗീകരിക്കപ്പെടണം എന്നുള്ളതാണ് അംബേദ്കറിന്റെ നിലപാട്. ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അംഗീകരിക്കാൻ പറ്റില്ല എന്നതായിരുന്നു ഗാന്ധിയുടെ നിലപാട്. നിങ്ങൾ ഹിന്ദുമതത്തിന്റെ ഭാഗം മാത്രമാണ് എന്ന നിലക്ക് ഗാന്ധി എതിർ നിലപാട്. അതിൻ്റെ മേൽ വളരെ വലിയ സംഘർഷവും വിമർശനങ്ങളും പരസ്പര വിമർശനങ്ങൾ ഗാന്ധി അംബേദ്കറെ വിമർശിച്ചിട്ടുണ്ട്. പരസ്പര വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ വിമർശനം നിലനിൽക്കെ തന്നെയാണ് നമ്മളൊരു കാര്യം അറിയേണ്ടത്. ഈ വിമർശനം ഉന്നയിക്കുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ജീവിതത്തിൽ ഉടനീളം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെതിരെയും മഹാത്മാഗാന്ധിക്കെതിരെയും വിമർശനം ഉന്നയിച്ചുകൊണ്ട് സ്വന്തം രാഷ്ട്രീയ നിലപാട് ഉറപ്പിച്ച ഡോക്ടർ BR അംബേദ്കർ നെഹ്റു മന്ത്രിസഭയിൽ നിയമമന്ത്രിയായിരുന്നു എന്നുള്ള കാര്യം ഞങ്ങൾ മറന്നു പോകരുത്. എന്തിനായിരിക്കാം അദ്ദേഹം ആ സ്ഥാനം ഏറ്റെടുത്തത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മൃഗീയ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി സ്ഥാനം എന്തിനാണ് അംബേദ്കർ ഏറ്റെടുത്തത്? അപ്പം ഇത്തരം യുക്തികൾ നിങ്ങൾ ഒരു കാലത്തും രാഷ്ട്രീയ അധികാരത്തിൻ്റെ ഭാഗമാകാൻ പാടില്ല എന്ന ഒരു കേവലവാദത്തിൻ്റെ ബാക്കി പത്രം മാത്രമാണ്. ഏറ്റവും മർമ്മപ്രധാനമായ കാര്യം, ഈ വിമർശനം ഉന്നയിക്കുന്നവർ ഇടതുപക്ഷ ക്യാമ്പിൽ നിന്നുള്ളവരാണ്. അവർക്ക് വിമർശനം ഉന്നയിക്കാം. ഞാൻ ആ വിമർശനത്തെ ഒന്നും അവർക്ക് അതിനുള്ള അവകാശമില്ലെന്നൊന്നും പറയുന്ന ആളല്ല. അവർക്ക് പറയാം. പക്ഷെ പറയുന്നവരുടെ ഒരു ധാർമ്മികതയിൽ എനിക്ക് സംശയമുണ്ട്. കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനം, കേരളത്തിലെ ദളിതാദിവാസി മേഖലയിൽ പ്രവർത്തിക്കുന്ന സാമൂഹിക നേതൃത്വങ്ങൾക്ക് സുരക്ഷിതമായ മണ്ഡലവും മന്ത്രിസ്ഥാനവും വാഗ്ദാനം ചെയ്തിട്ട് അത് നിഷേധിച്ചാണ് ഞാൻ UDFന്റെ സ്ഥാനാർത്ഥിയായതെങ്കിൽ നിങ്ങൾ പറയുന്നത് ശരിയാണ്. അതുകൊണ്ട് ഞാൻ എന്തുകൊണ്ട് UDF സ്ഥാനാർത്ഥി ആയി എന്ന ചോദ്യം നിങ്ങൾ ചോദിക്കേണ്ടത് എന്നോടല്ല, മറിച്ച് ഇടതുപക്ഷ കേന്ദ്രങ്ങളോടാണ്. അവരങ്ങനെ അധികാരത്തിന്റെ ഭാഗമാക്കാൻ അവർ ശ്രമിക്കുന്നില്ല. അപ്പം ഞങ്ങളുടെ മുന്നിൽ തന്നെ വഴി, അങ്ങനെ ശ്രമിക്കുന്നവരുമായി അമിക്കബിളായ സെറ്റിൽമെന്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. നമ്മുടെ ആത്യന്തികമായ എല്ലാ ലക്ഷ്യവും നിറവേറ്റുന്നതല്ല രാഷ്ട്രീയ പ്രവർത്തനം, സാധ്യമായത് നിറവേറ്റുന്നതാണ്. ആ നിലക്ക് അത്തരം വിമർശനങ്ങൾ കഴമ്പില്ലാത്തതും ആത്മാർത്ഥതയില്ലാത്തതുമായ വിമർശനമാണ്. ഇടതുപക്ഷത്തെ വിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പിന്തുണ തേടുന്നത് ഒരു പാപമാണെന്ന് എന്തായാലും ഞാൻ വിചാരിക്കുന്നില്ല.
കാരണം കേരളത്തിൽ കഴിഞ്ഞ കുറേയേറെ വർഷങ്ങളായിട്ടുള്ള കേരളീയ സമൂഹത്തിൻ്റെ അനുഭവത്തിൽ നിന്നും നമ്മൾ പഠിച്ച പ്രധാനപ്പെട്ട പാഠം ഈ ഇരു മുന്നണികളും മത്സരത്തിലേർപ്പെടുകയും മാറി മാറി ഭരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതല്ലാതെ ഏതെങ്കിലും മുന്നണി പരിപാവനമായൊരു മുന്നണിയാണെന്ന് പറഞ്ഞു നടക്കുന്നതിൽ വലിയ കഥയൊന്നുമില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. യഥാർത്ഥത്തിൽ NDA ആണെങ്കിൽ ഞാനത് സ്വീകരിക്കില്ല. NDA ആയിട്ടൊരു ചർച്ചയ്ക്ക് പോലും ഞാൻ പോവില്ല. അത് രാഷ്ട്രീയ നിലപാടാണ്. അത് ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കരുതാത്ത, ഒരു കാരണവശാലും ജനങ്ങൾക്കിടയിൽ വേര് പിടിക്കരുതാത്ത, പിടിച്ചാൽ സാമൂഹികമായ അപകടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സാമൂഹ്യ രാഷ്ട്രീയ ദർശനത്തിൻ്റെ ഉടമകൾ എന്ന നിലയിൽ ഇന്ത്യയിലെ ഹിന്ദുത്വവുമായി ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പാടില്ല എന്ന അടിസ്ഥാന നിലപാട് എനിക്കുണ്ട്. ആ നിലപാട് എനിക്ക് കോൺഗ്രസിനോടില്ല. കോൺഗ്രസ് ദേശീയമായി പച്ച പിടിക്കണമെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അവിടെ ഒരു സാന്നിധ്യവുമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലും ഡൽഹിയിൽ ആരെയാണ് പിന്തുണയ്ക്കുന്നത്? കോൺഗ്രസിനെയാണ് പിന്തുണയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾ തമിഴ്നാട്ടിൽ കമ്മ്യൂണിസ്റ്റുകാർ ആരുടെ കൂടെയാണ് ഉള്ളത്? ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം കോൺഗ്രസിനെ പിന്തുണയ്ക്കേണ്ടി വരും. അത് രാഷ്ട്രീയമാണ്. അതൊരു കുറ്റമായിട്ടല്ല ഞാൻ പറയുന്നത്. അവിടെ വേറെ മാർഗമില്ല നമ്മുടെ മുന്നിൽ എന്ന് പറയുന്നത് പോലെ ഇവിടെ തുറന്നു വന്ന മാർഗം UDF ആണ്. സ്വീകരിക്കുന്നു. അത്രയേ ഉള്ളൂ. രണ്ട് കാര്യങ്ങളാണ് പരിശോധിക്കേണ്ടത്. അതിനകത്ത് ഗുരുതരമായൊരു കാര്യം, ഒരു ഇടനിലക്കാർ നിന്നാണ് എനിക്ക് ഈ സ്ഥാനാർത്ഥിത്വം വാങ്ങിത്തന്നത് എന്നത് ഒരു തെളിവുമില്ലാത്ത പരിപൂർണമായ ശുദ്ധ അസംബന്ധമാണത്. ഒരു ഇടനിലക്കാരനും ഇല്ലാതെ തന്നെയാണ് നേരിട്ടുള്ള ഒരു സംഭാഷണത്തിലൂടെയാണ് എനിക്ക് സ്ഥാനാർത്ഥിത്വം UDF നൽകിയത്. അതിനകത്ത് ഇടനിലയില്ല. ഇനി കേരളത്തിൽ ആരെങ്കിലും ഇടനില നിന്ന് എനിക്കൊരു സീറ്റ് വാങ്ങിത്തന്നാൽ അതൊരു കുറ്റമാണ്, അതൊരു പാപമാണ് എന്നിവരെന്തിനാ കരുതുന്നത്? ബാക്കി എല്ലാവർക്കും അങ്ങനെയല്ലേ സീറ്റ് വാങ്ങിക്കൊടുക്കുക? ഇടനില നിന്നും വലിയ വലിയ ആൾക്കാർ ഇടപെട്ടും സഭ പോലെയുള്ള സ്ഥാപനങ്ങൾ ഇടപെട്ടും ഒക്കെ കേരളത്തിൽ സീറ്റ് വാങ്ങിക്കൊടുക്കാറുള്ളതാണ് കേട്ടുകേൾവി. അത് നടക്കുന്നുമുണ്ട്. അപ്പം ഞങ്ങൾക്ക് വേണ്ടി ആരും ഇടപെടാൻ പാടില്ല എന്ന് പറയുന്നൊരു യുക്തിയാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഞങ്ങൾക്ക് വേണ്ടി ഇടപെടണ്ടേ? ഞങ്ങൾ രാഷ്ട്രീയക്കാരല്ലേ? ഞങ്ങളുടെ ശബ്ദം കേരളം കേൾക്കണ്ടേ? നിയമസഭയ്ക്കകത്ത് വരണ്ടേ? എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഞാൻ പറഞ്ഞു, ജമാഅത്തെ ഇസ്ലാമി എനിക്ക് ഇടനില നിന്നിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമി എന്നല്ല ഒരു സംഘടനയും ഒരു വ്യക്തിയും എനിക്ക് ഇടനില നിന്നിട്ടില്ല. അത് കേരളത്തിൽ ഉയർന്നു വന്ന പുതിയ ഒരു രാഷ്ട്രീയ മാറ്റത്തിൻ്റെയും അവിടെ എനിക്കുള്ള ഒരു പ്രസൻസിൻ്റെയും ഭാഗമായിട്ടാണ് ആ ഡിസ്കഷൻ തുടങ്ങിയത്. അതിന് ഇടനിലയുടെ ആവശ്യം ഉണ്ടായി വന്നില്ല. അപ്പം ഈ ഇടനില നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഇടനില ഉണ്ടായിരുന്നില്ല. ശരി, ഇടനില നിന്നാൽ എന്താ കുഴപ്പം? എനിക്കതാ മനസ്സിലാവാത്തത്. ഇനി സാക്ഷാൽ ജമാഅത്തെ ഇസ്ലാമി തന്നെ എനിക്ക് ഇടനില നിന്നാൽ എന്താ കുഴപ്പം? നിരോധിത സംഘടനയാണോ? ഇന്ത്യയിൽ നിരോധിച്ച സംഘടനയാണോ ജമാഅത്തെ ഇസ്ലാമി? പാപം ചെയ്യുന്നവരാണോ? അവർ കേരളത്തിൽ കലാപം ഉണ്ടാക്കിയിട്ടുണ്ടോ? എന്താണ് അവരുടെ മേലുള്ള ചാർജ്? എനിക്ക് ജമാഅത്തെ ഇസ്ലാമിക്ക് സ്വയം തന്നെ പ്രവർത്തിക്കാനും അവരുടെ പ്രവർത്തനങ്ങൾ ന്യായീകരിക്കാനും അവരുടെ വിശദീകരണം കൊടുക്കാനും അവർക്ക് തന്നെ ആൾക്കാരുണ്ട്. എൻ്റെ ആവശ്യമൊന്നുമില്ല അതിന്. ഞാൻ അതല്ല പറയുന്നത്. ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് ഒരു ഭീകര സംഘടനയാണെന്ന് ഇവർ പറയുമ്പോൾ എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ പറയുന്നത് എന്നൊരു ചോദ്യം വെച്ചോണ്ട് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. വ്യക്തമായ ഒരു തെളിവ് കേരളത്തിൽ ഇന്ന സ്ഥലത്തൊരു കലാപത്തിന് വേണ്ടി ജമാഅത്തെ ഇസ്ലാമി ഒളിഞ്ഞും തെളിഞ്ഞും പ്രവർത്തിക്കുന്നു എന്ന് തെളിയിച്ച ഒരു സംഭവം പോലും എന്നെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമി എന്തോ വലിയ കുഴപ്പം പിടിച്ചൊരു സംഘടനയാണെന്ന് ഞാൻ ഒട്ടും കരുതുന്നുമില്ല. അങ്ങനെയുണ്ടെങ്കിൽ അതിന് തെളിവ് വേണം. വെറുതെ എന്തിനാണ് ഒരു വിഭാഗത്തെ കൂടി കുറ്റപ്പെടുത്താനാണ് ഈ ജമാഅത്തെ ഇസ്ലാമിയെ കരുവാക്കുന്നത് എന്ന് കേരളത്തിലെല്ലാവർക്കും അറിയാം. പിന്നെ ഈ വൈക്കം മണ്ഡലത്തിൽ മുസ്ലിം വോട്ടർമാർ എന്ന് പറഞ്ഞാൽ വളരെ നെഗ്ലിജിബിളായ ഒരു കാര്യമാണ്. വളരെ നെഗ്ലിജിബിളായ പെർസെൻറ്റേജേ അവരുള്ളൂ. അപ്പം അവർക്കെന്താണ് എൻ്റെ സ്ഥാനാർത്ഥിത്വത്തിൽ ഇത്ര അമിത താല്പര്യം? ഈ പറയുന്നതിനൊരു യുക്തി വേണ്ടേ? ഞാൻ പറയുന്നൊരു കാര്യം, ജമാഅത്തെ ഇസ്ലാമിയാണ് എനിക്ക് സീറ്റ് മേടിച്ച് തന്നതെന്ന് പറഞ്ഞാൽ എന്നെ വോട്ടർമാർ വെറുക്കും എന്ന ഒരു മുൻധാരണയിൽ എനിക്കെതിരെ കെട്ടിച്ചമച്ചൊരു കഥ മാത്രമാണ് ഈ ജമാഅത്തെ ഇസ്ലാമി ആണ് ഇടനില നിന്നാണ് എന്ന് ഇവർ പ്രചരിപ്പിക്കുന്നൊരു കാര്യം. ഐക്യ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ 25 വർഷമായിട്ട് ജയിക്കാത്തൊരു മണ്ഡലമാണത്. അപ്പം ഇതിനൊക്കെ ഇടനില നിന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ വ്യക്തിപരമായി തന്നെ എന്നെ ആക്ഷേപിക്കാൻ പറയുന്നൊരു കാര്യം മാത്രമാണ്.
രണ്ടാമതൊരു കാര്യം, അത് എനിക്ക് ആവർത്തിച്ചും ഉറപ്പിച്ചും പറഞ്ഞേ പറ്റൂ. ഇനി ജമാഅത്തെ ഇസ്ലാമിയോ അല്ലെങ്കിൽ മറ്റൊരാളോ മറ്റൊരു സംഘടനയോ എനിക്കൊരു സീറ്റ് നൽകാൻ നിൽക്കുന്നതിൽ എന്താണ് കുഴപ്പം? ഇവരത് പറയണം. ഇവിടെ ഉള്ളവർക്കെല്ലാം പാർട്ടി നേരിട്ടാണോ സീറ്റ് കൊടുക്കുന്നത്? ശുപാർശക്കാരും ഇല്ലേ ഇവർ ബാക്കി ആർക്കും? അപ്പൊ ഞങ്ങൾക്ക് ഇതൊന്നും പാടില്ല. ഞങ്ങൾ ഇതെന്ത് വിചിത്ര ജീവികളാണോ ഞങ്ങൾ? ഇവരെന്താ വിചാരിക്കുന്നത്? ഈ ഡെമണൈസേഷൻ നിങ്ങൾ ഭയങ്കരമായ വംശീയ വിദ്വേഷമാണ് അതിന്റെ പിന്നിലുള്ളത്. ഒരു കാരണവശാലും ഈ സമുദായത്തിന്റെ സ്വന്തം പ്രതിനിധികൾ സഭയിൽ എത്താൻ പാടില്ല എന്ന വംശീയമായ വിദ്വേഷമാണ് നിങ്ങൾ ഈ ആരോപണത്തിലൂടെ പറയുന്നത്. അത് മുഖവിലക്കെടുക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് തന്നെ ഞാൻ തറപ്പിച്ച് പറയുന്നു. ഞാൻ മുഖവിലക്കെടുക്കുന്നില്ല. ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള മുസ്ലിം സംഘടന പണം മേടിച്ചാണ് കേരളത്തിലെ ദളിത് പ്രവർത്തകരെല്ലാം ജീവിക്കുന്നതെന്ന് പറയുന്ന വിഡ്ഢികൾ ഒരു കാര്യം മനസ്സിലാക്കണം. കേരളത്തിൽ സ്വന്തം നിലക്ക് അധ്വാനിച്ച് ജീവിക്കുന്ന ദീർഘകാല ചരിത്രമുള്ള ഒരു ജനതയാണ് ഈ കേരളത്തിലെ ദളിതർ. ബാക്കിയുള്ളവരൊക്കെ പലരും ഇടനിലക്കാരായും മറ്റുള്ളവരെ പറ്റിച്ചുമൊക്കെ ജീവിച്ചപ്പോൾ മാന്യമായി അധ്വാനിച്ച് തന്നെ ജീവിച്ചവരാ. എന്നെക്കുറിച്ച് പറയുന്നത് ഞാനെന്തോ ജമാഅത്തെ ഇസ്ലാമിയുടെ പൈസ മേടിച്ച് മുസ്ലിങ്ങളുടെ പൈസ മേടിച്ച്. അപ്പൊ ഇവർക്കൊരു സങ്കല്പമുണ്ട്, ഞാൻ പരമദരിദ്രനായ ഒരു മനുഷ്യനാണ്. ദളിതനായിരിക്കുമല്ലോ, അപ്പൊ ദരിദ്രനായിരിക്കുമല്ലോ എന്നൊക്കെയാണ് അവർ കരുതുന്നത്. ഞാൻ എങ്ങനെയാണ് ജീവിക്കുന്നത് നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. എന്നിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി, എനിക്ക് അവിടെ ചെന്ന് ചില്ലറ പൈസ മേടിച്ച് ജീവിക്കേണ്ട ആളാണോ അല്ലയോ. ഇതൊക്കെ നിങ്ങളുടെ ഒരു മുൻവിധിയിൽ നിന്ന് മാത്രം വരുന്ന കാര്യമാണത്. നിങ്ങൾ അന്വേഷിക്കണം. ഒരാളെക്കുറിച്ച് പരാതി പറയുമ്പോൾ എനിക്കൊരു ദളിത് സുഹൃത്ത് എന്നോട് പറഞ്ഞൊരു കാര്യം, കുറെ നാൾ അദ്ദേഹം സാമൂഹ്യ പ്രവർത്തനം നടത്തിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെയുള്ള പ്രവർത്തകർ പറഞ്ഞു, നിങ്ങൾക്ക് വീടൊക്കെ വെക്കണ്ടേ, കാര്യങ്ങളൊക്കെ നടത്തണ്ടേ, നിങ്ങൾ വീട്ടിലെന്താണ് സോഴ്സ്? എൻ്റെ അമ്മ ഡെപ്യൂട്ടി കളക്ടർ ആയിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ചോദിച്ചവൻ അക്ഷരാർത്ഥത്തിൽ വരണ്ടു പോയി എന്നാണ് ആ സുഹൃത്ത് എന്നോട് പറഞ്ഞത്. അപ്പോൾ ഒരു പണിയില്ലാത്ത കൊണ്ട് നടക്കുന്നവരാണ് ഇവരൊക്കെ എന്നാണ് ഒരു പൊതുസമൂഹ ധാരണ. അങ്ങനെയല്ല. മറ്റെല്ലാവരെയും പോലെ സാമൂഹിക നന്മയെ മുൻവെച്ച് തന്നെയാണ് ദളിതരും സാമൂഹ്യ പ്രവർത്തനം നടത്തുന്നത്. നിങ്ങളത് അംഗീകരിക്കണം. നീതിക്ക് വേണ്ടിയുള്ള യുദ്ധത്തിലാണ് അവർ ഏർപ്പെട്ടിരിക്കുന്നത്. അല്ലാതെ അവർക്ക് വീട്ടിലെ കാര്യങ്ങൾ നോക്കാനല്ലത്. ഞങ്ങൾ മാത്രം ഇങ്ങനെ മറ്റുള്ളവരുടെ കാശ് മേടിച്ചു മറ്റുള്ളവരുടെ ബുദ്ധി ഉപയോഗിച്ചു ജീവിക്കുന്നു, നിങ്ങളെല്ലാം ഭയങ്കര ബുദ്ധിമാന്മാരെന്നൊക്കെ പറയുന്നു. ഇന്നത്തെ കാലത്ത് എത്ര പരിഹാസ്യമായ വാദമാണ് ഇതൊക്കെ. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ നിങ്ങൾക്ക് പരാതിയുണ്ട്, കേസ് കൊടുത്തോ. എനിക്ക് പരാതി ഇല്ലാത്തതുകൊണ്ട് ഞാൻ കേസ് കൊടുക്കുന്നില്ല. എനിക്ക് കോൺക്രീറ്റ് ആയ തെളിവ് ഞാൻ പരാതി കൊടുക്കും. ജമാഅത്തെ ഇസ്ലാമിയോട് ആരും മിണ്ടരുതെന്നും പറഞ്ഞ് നിങ്ങൾ ഡിക്റ്റേഷനൊന്നും ഇറക്കണ്ട. ജമാഅത്തെ ഇസ്ലാമി കേരളത്തിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്, ഒരു മത സംഘടനയാണ്. അവരോട് സംസാരിക്കുന്നതിൽ എന്തെങ്കിലും കുറ്റകൃത്യം ഉണ്ടെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. അതിൻ്റെ പേരിൽ എനിക്കെതിരെ നിങ്ങൾ എന്തെല്ലാം പ്രചരണം നടത്തിയാലും ഞാൻ ആരോട് സംസാരിക്കണം, ആരോട് സംസാരിക്കണ്ട, എന്ത് ചെയ്യണം, എന്ത് ചെയ്യണ്ട എന്ന് ഞാൻ തന്നെ തീരുമാനിക്കും. അതിൻ്റെ അവകാശത്തിനു വേണ്ടി കൂടിയാണ് ഈ സമരം ഞങ്ങൾ നടത്തുന്നത്. ഞങ്ങൾക്ക് സ്വന്തം തീരുമാനമെടുക്കാൻ അവകാശമുണ്ടെന്ന് സ്ഥാപിക്കുക.